على مسلم مكلف طاهر ويقتل إن أخرجها عن وقت جم كسلا إن لم يتب. നീ രണ്ടും കൂടി ചേർത്താണ് നമ്മൾ പറയല്. കണ്ടില്ലേ? കണ്ടില്ലേ? ഉണ്ടില്ലേ? കണ്ടിട്ട് കിതാബില്ലേ സാനവാസ? ഇവിടെ കിതാബ് നോക്കി. എല്ലാവരും കിതാബ് നോക്കണം. നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ കിതാബ് നോക്കണോ? ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്യണം? ഇത് വീട് വീടായി കുറച്ച് കഴിഞ്ഞ് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. മാഷാ അല്ലാഹ്. ബാബു സ്വലാത്തി, നിസ്കാരത്തെ കുറിച്ച് പറയുന്ന പാഠമാണ്. കാര്യമായിട്ടാണ് ഒരു മനുഷ്യന്റെ വളരെ പ്രധാനമായ പ്രവർത്തനമാണ് നിസ്കാരം. അതിനെക്കുറിച്ച് പറയാനപ്പോ ഇതൊക്കെ കാര്യമായിട്ട് പറയുന്നത്. അപ്പൊ ആദ്യം ഷഹാദത്ത് കലിമ കഴിഞ്ഞാല് ഏറ്റവും ഒരു മനുഷ്യനോട് ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. അതിൽ വിജയിച്ചാ ബാക്കി വിജയിച്ചു. 5 കർമ്മങ്ങളിൽ നിന്ന് 5 ഇസ്ലാംകാല 5 എണ്ണത്തിൽ നിന്ന് ഷഹാദത്ത് കലിമ ഏതായാലും വേണം. അത് ഈമാനോട് കൂടി ചേർന്നതാണ്. അത് കഴിച്ചാൽ പിന്നെ 4 എണ്ണങ്ങൾക്കും അല്ലെങ്കിൽ 3 എണ്ണത്തിനും ഉപാധികളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇല്ല. നോമ്പ് വയ്ക്കണവർ നോറ്റാൽ മതി, സക്കാത്ത് ഉള്ളവർ കൊടുത്താൽ മതി, ഹജ്ജ് കഴിവുള്ളവർ. നിസ്കാരത്തിന് കഴിവിന്റെ പ്രശ്നമില്ല. നിസ്കാരം ബുദ്ധി ഉണ്ടോ? നിസ്കരിക്കണം എന്നാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ നിസ്കരിക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യം നിസ്കാരം. എന്താ നിസ്കാരം എന്ന് പറഞ്ഞാല്? എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയലുണ്ടല്ലേ, നിയ്യത്ത് കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും അടങ്ങിയതാണ് നിസ്കാരം എന്നാണ്. നിസ്കാരം വാസ്തവത്തിൽ അള്ളാഹുവിലേക്കുള്ള ഒരു മിഅ്റാജ. നമുക്കങ്ങട്ട് അള്ളാഹുവിലേക്ക് കയറാനും നേരെ ഇടപെടാനുമുള്ള ഒരു അവസരമാണ്. ആ അവസരത്തിന് വേണ്ടി കുറെ ഒരുക്കങ്ങളുണ്ട്. അതിനുള്ള മുഴുവൻ തടസ്സങ്ങൾ ആദ്യം നീക്കുന്നുണ്ട്. വഴികളൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടാണ്. അതൊക്കെ നീ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് വേഗം പറഞ്ഞു പോകും. ശറഇന്റെ ദൃഷ്ടിയിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്തന ദുആ അത്ര ഭാഷയിൽ അർത്ഥമുള്ളൂ. ശറഇല് ഹിയ അഖ്വാലുൻ വ അഫ്ആലുൻ മഖ്സൂസത്തുൻ മുഫ്തതഹത്തുൻ ബിത്തക്ബീരി മുഫ്തതിഹത്തുൻ ബിത്തക്ബീരി വമുഫ്തതിമത്തുൻ ബിത്തസ്ലീമി. പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന വാക്കുകൾ, അഖ്വാല് വാക്കുകൾ, വഅഫ്ആല് പ്രവർത്തികൾ, മഖ്സൂസ ചില പ്രത്യേകമായ എന്തെങ്കിലും ചെയ്യല്ല. അത് ചില ബൈലോകൾ അതിനനുസരിച്ച് വേണം. മുഫ്തതിഹത്തുൻ ബിത്തക്ബീരി തക്ബീർ കൊണ്ട് തുടങ്ങുന്നതാ. വമുഫ്തതിമത്തുൻ ബിത്തസ്ലീമി സലാം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ചില പ്രവർത്തികളാകുന്നു. അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നതോടുകൂടെയാണ്. പിന്നെ സലാം വെട്ടിയാലേ പുറത്തു പോരാ, അതിന്റെ ഇടയിൽ നിന്ന് പറ്റൂല അല്ലേ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയിലെ സംഭവം ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയപ്പോ കണ്ടതാ. അപ്പോ നിസ്കാരത്തിൽ ഒരാള് തുമ്മിയപ്പോഴേ റഹ്മക്കല്ലാഹ് എന്ന് പറഞ്ഞു. ഒരാളെ അതിനെ കുറിച്ച് അത്ര അറിയാത്ത. അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കാൻ തുടങ്ങി, ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ തുടങ്ങി. ഒറമാനി ബിൽ ബസർ എന്ന് പറയുന്നുണ്ട്. പലരും കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിച്ച് ഏതച്ചങ്ങായെന്ന് ചോദിച്ചിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ പലരും പറയാൻ തുടങ്ങി. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പറഞ്ഞത് പറയുന്നുണ്ട്. വിളിച്ചു വരുത്തി ഇവിടെ പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത, ഈ നിസ്കാരം ഉണ്ടല്ലോ, ഇതിൽ മനുഷ്യന്മാരെ വർത്താനൊന്നും പറ്റൂല കേട്ടോ. ഇത് പടച്ചോനോടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ന്. അത് കഴിഞ്ഞു പോയിട്ട് ആ മനുഷ്യൻ മുത്തനബിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്റെ മുമ്പ് ഞാൻ കണ്ടില്ല, ശേഷം ഞാൻ കണ്ടിട്ടില്ല മുഅല്ലിമൻ, ഒരു മുഅല്ലിമിനെ ഇത്ര നല്ല നിലയിൽ. എന്നിട്ട് പറയുന്നത് അടിച്ചില്ല, ചീത്ത പറഞ്ഞില്ല, ഇന്നെന്തേലും ദേഷ്യപ്പെട്ടില്ല, എന്നോട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ
സലാം കൊണ്ടുണ്ട് അവസാനിക്കുന്നത് വരെ. നമ്മളങ്ങനല്ല. നമ്മളിപ്പോ നിസ്കാരം തുടങ്ങിയാൽ കുറച്ച് കഴിഞ്ഞ് പറയല്ലേ, ഇപ്പൊ പറയണ്ട. നിസ്കാരം തുടങ്ങിയിട്ടാണ് വല്ലതും ഓർമ്മ വരാന്. ഉമ്മാമ ചോദിച്ചു പറഞ്ഞില്ലേ, നിസ്കാരം നിർത്തി എന്ന് ചോദിച്ചപ്പോ കച്ചവടം നിർത്തിയോണ്ടാണെന്ന് പറഞ്ഞത്. കാരണം എന്താ, നിസ്കരിക്കാൻ നല്ലത് ഓർമ്മ വരാ. തങ്ങൾ ഉത്തര തരാണ്ട്, ജംഷീർ ഉത്തര തരാണ്ട്, ഇതൊക്കെ അപ്പോഴെല്ലാം ഓർമ്മ വരില്ലേ അല്ലേ? നാളെ ഇന്നോടത്തേക്ക് പോവാണ്ട്, ഇതൊക്കെ ആ സമയത്ത് ഓർമ്മ വരും. ഇത് പറ്റൂല എന്നാണ് ഇപ്പൊ പറയണത്. ഇൻഷാ അല്ലാഹ് നോക്കാം. അള്ളാഹു പൂർണ്ണമായ രൂപത്തിൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നിസ്കാരത്തിന് നിസ്കാരത്തിന്റെ പേര് വെച്ച് ഇസ്തിമാലിയാൻ സ്വലാത്തിൽ വതൻ, ഭാഷയിൽ ഉള്ള സ്വലാത്തിന്റെ മേൽ ഉൾക്കൊണ്ടിട്ടാണ് വയ്യദ്വാ, സ്വലാത്ത് ദുആ എന്നാണ്. ഇനി പറയട്ടെ, വ്യക്തിപരമായി നിർബന്ധമായ നിസ്കാരങ്ങൾ 5 നിസ്കാരങ്ങളാകുന്നു. 5 വഖത്ത് നിസ്കാരങ്ങളാണുള്ളത്. 5 വഖത്ത് നിസ്കാരം ഒരു രാപ്പകലിൽ. അതെല്ലാവർക്കും ഒരു നിർബന്ധിതമായും അറിയണ്ടെന്ന് വിചാരിച്ചാലും അറിയുന്നു. ഇപ്പൊ മുസ്ലിങ്ങളോട് വെച്ചാലും 5 നേരം നിസ്കരിക്കേണ്ട ഞങ്ങൾക്ക് ചോദിക്കും. 5 നേരം ഞങ്ങൾക്ക് നിസ്കരിക്കണ്ടേന്ന് ചോദിക്കും. ഓലിപ്പത് മദ്രസ പോയി പഠിച്ചിട്ടൊന്നല്ലേ, അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ പാടില്ല. നിസ്കാരം നിഷേധിക്കാൻ പറ്റൂല. നിസ്കാരം നിഷേധിക്കാൻ പാടില്ല. അതിനെ നിഷേധിച്ചവൻ കാഫിറായി പോകും. നിസ്കാരമില്ല എന്ന് പറഞ്ഞാല്, മഗ്രിബ് നിസ്കാരമില്ല എന്ന് പറഞ്ഞാൽ പണി തീരുന്നു, ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ 5 വഖത്ത് നിസ്കാരം ഉണ്ട് നമുക്ക്. മുമ്പുള്ള സമൂഹങ്ങൾക്കൊന്നും 5 വഖത്ത് നിസ്കാരം പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. വളരെ ചില ആളുകൾക്ക് ചിലത് മാത്രം കൊടുത്തിരുന്നുള്ളൂ. നമ്മളെ അടങ്ങാറാക്കാൻ വേണ്ടി 5 തന്നൂലേ? അങ്ങനെ നമുക്ക് 5 വഖത്ത് തരേണ്ടിന്നോ? മറ്റവർക്കൊക്കെ 1 വഖത്തൊക്കെ കൊടുത്തിട്ടുള്ളൂ. എന്തേ നമ്മക്ക് 5 തന്നത്? അങ്ങനെ തോന്നിയോ? നമുക്കാണ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത്. ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത അല്ല, ഏറ്റവും കൂടുതൽ ജോലികൾക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം ഉണ്ടാവില്ലേ? ഉണ്ടാവുമല്ലോ. അയാൾ പ്രിൻസിപ്പളാണ്, അപ്പൊ അയാൾക്ക് അയാളുടെ ശമ്പളം ഇപ്പൊ ജോലിക്കാരെ നമുക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ഉറപ്പാണല്ലോ. അവിടുത്തെ സ്റ്റാഫിന് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവാൻ പറ്റൂലേ? നമ്മൾ ഈ ഉമ്മത്തിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അവസാന ഉമ്മത്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാത്തിലും ആദ്യത്തിലല്ലേ, എല്ലാത്തിലും ഒന്നാമതാണ്. അതുകൊണ്ട് തന്നെ അപ്പോ 5 ഈ 5 വഖത്ത് നിസ്കാരങ്ങളും കൂടെ ഒരുമിച്ച് കൂടിയിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ. അപ്പൊ ഈ 5 വഖത്തും നേരത്തുണ്ട് ഓരോരുത്തർക്ക്. ബഹുമാനപ്പെട്ട അബൂ നബിൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുബഹി നിസ്കാരം കൊടുത്തിരുന്നു. അപ്പൊ അവര് സുബഹി നിസ്കരിക്കുമായിരുന്നു ആ സമയത്ത്. പിന്നെ ളുഹർ ബഹുമാനപ്പെട്ട ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിസ്കാരം. സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് അസ്ർ കൊടുത്തത്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മഗ്രിബ് ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനായിരുന്നു ഇശാ നിസ്കാരം. ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് വന്ന സമൂഹം അത് നിർവഹിച്ചു പോന്നിരുന്നു. നമ്മൾ ആ റസൂൽ നബി പറഞ്ഞോടുത്ത വിഷയം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മല്ലേ? ഒരു റസൂലിനെ സഹായിക്കാൻ വേണ്ടി നബി വരും. അപ്പൊ ആ ശരീഅത്ത് ഏറ്റാണേക്കാരം പോവാ, കണ്ടില്ലേ? ഓർമ്മല്ലേ? നടന്നോ?